ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കാർഡ്ബോർഡിൻ്റെ റോൾ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ വാങ്ങുമ്പം അതിനുള്ളിൽ ഇതുപോലത്തെ റൗണ്ടിൽ കാർഡ്ബോർഡിൻ്റെ റോള് നമുക്ക് കിട്ടും. അത് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ അളവിലല്ല കേട്ടോ, പല അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്തെടുത്ത പീസൊക്കെ നമുക്ക് ഇതുപോലെ വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിൽ ഹോളൊന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പം ഒരു ഇതേ ഷേപ്പിലാണ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ കൂടുതലായിട്ട് നിൽക്കുന്ന കാർഡ്ബോർഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ കൂടുതലായിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 സ്പൂൺ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വൈറ്റ് സിമെൻറ്റിലേക്ക് കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സിമെൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി നമുക്ക് ഈ പേസ്റ്റ് കാർഡ്ബോർഡിൻ്റെ പുറത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ള് അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. ഒത്തിരി ടൈമൊന്നും വേണ്ട. വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ പുറത്തെ കട്ടി കൂടിയ ഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഞാൻ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഉരച്ച് സോഫ്റ്റാക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത ശേഷം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കതിന് ഉള്ളിൽ ബ്ലാക്ക് കളർ കൊടുക്കണമെങ്കിൽ ഉള്ളിലും കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉള്ളിൽ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറത്ത് ബ്രൗൺ ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, ഒരുപാടങ്ങ് കൊടുക്കുന്നില്ല. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്, ബ്ലാക്കും ബ്രൗണും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, തടിയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ ഷെയ്ഡ് ബ്ലാക്കിന് മുകളിൽ കൊടുത്തത്. പെയിൻറ്റ് ചെയ്ത ശേഷം അതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാനിതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഫ്ലവറും ഇലയൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ക്ലേ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലേ വെച്ചിട്ട് കുറച്ച് ഇല ഉണ്ടാക്കാം. ഒത്തിരി വലുപ്പമൊന്നും വേണ്ട, ചെറിയ ഇലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്ലേയുടെ ടൂൾസ് വെച്ചിട്ടാണ് ഞാനിന്ന് ഇലയും ഫ്ലവറും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറും ഇലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അധികം റേറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലേയുടെ ടൂൾസ് കയ്യിലില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. അതില്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്ലവറും ഇലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു മുന്നേ ഞാൻ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് നോക്കുക. ആ വീഡിയോസിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റും കൂടെ ചെയ്തേക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവറും ഇലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഫ്ലവറും ഇലയൊക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കുമ്പോഴാണ് കാണാനായിട്ട് ഭംഗിയുണ്ടാവുക. ഞാൻ താഴേന്ന് മുകളിലേക്ക് ഫ്ലവറും ഇലയും ഒക്കെ വരുന്ന രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒട്ടിച്ച് കൊടുത്ത കാർഡ്ബോർഡിൻ്റെ റോളിൻ്റെ
ഇടയ്ക്കായിട്ട് ചെറിയൊരു സ്പേസ് പോലെയുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ മുകളിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫ്ലവറൊക്കെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് മാറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവറും ഇലയൊക്കെ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഇലയ്ക്കൊക്കെ ഒന്ന് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലവറിന് പിങ്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവറിന് പിങ്ക് കളർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ ഫ്ലവറിന് ഫുള്ള് പിങ്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലയുടെ പുറത്തൂടെ ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ലെമൺ ആൻഡ് യെല്ലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ഓവറായിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഫ്ലവറിൻ്റെ പുറത്തുകൂടെ ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ബ്രഷ് യൂസ് ചെയ്തില്ല, കൈയുടെ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾക്ക് പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.